ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കത്തില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ക്ലീനിങ് ടിപ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് തരണം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലാവും ഈ ടൈപ്പ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും ഒരു ഹോം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ സാധനങ്ങൾക്കും ഒരു സ്പേസ് വേണം. അപ്പോൾ സ്ഥലം ഇല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മളുടെ കയ്യിൽ സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊക്കെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. എല്ലാത്തിനും ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് ഇതെല്ലാം ഇങ്ങനെ മെസ്സിയായി കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതിനെ തിരിച്ചെടുത്ത് വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാവും. അതേസമയം ഒന്നിനും ഒരു സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അടുക്കി പെറുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം എവിടെ കൊണ്ടേ വെക്കും എന്നുള്ളൊരു തോന്നൽ വരും. ഇവിടെ ഹോം ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നിന്നെടുത്ത് ഇവിടെയും ഇവിടെ നിന്നെടുത്ത് അവിടെയും ഒക്കെ ആയിട്ട് വെക്കുമായിരുന്നു. അതായത് നമ്മൾ ഒരു സ്ഥലം ഒതുക്കുമ്പോഴത്തേക്കിനും അവിടെ എക്സ്ട്രാ വരുന്നതിനെയൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്ത് വെക്കും. അങ്ങനെ ഫൈനലി ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഞാൻ ഇതിനെ ഓരോന്നിനെയും സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി മാറ്റി വന്നപ്പോഴത്തേക്കിനും കുറെ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ്. അതിന് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള സാധനങ്ങളിനെ ഒരുമിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ കുറെ മെഡിസിൻസ് എല്ലാം ഉള്ളത് എല്ലാം കൂടെ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പൊ വീട്ടിലുള്ള ആർക്ക് ഏത് ടൈപ്പ് മെഡിസിൻസ് വേണമെങ്കിലും ഈ സ്ഥലത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പല മെഡിസിൻസ് പല സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും എവിടെയാണുള്ളതെന്നുള്ളത്. അതേപോലെ തന്നെ കുറെ മൂടികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഈ പാൻസിന്റെ ഒക്കെ അടപ്പുകളില്ലേ, അതിനെയും എല്ലാം ഒരേ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ബേക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കുറച്ച് അധികം കാര്യമായിട്ടൊന്നും ബേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണും അല്ലേ? ഒരു കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ടിൻ ഉണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം കുക്കീസിനൊക്കെ ആണെങ്കിൽ കുക്കി കട്ടർ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും ആ ഒരു ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിനെയും ഒരുമിച്ച് വെക്കാം. കാരണം നമ്മൾ എപ്പോഴും ബേക്ക് ചെയ്യുന്നൊന്നും ഉണ്ടാവത്തില്ല. വൺസിനെ വയല ചെയ്യുന്നതെങ്കിലും പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് എവിടെ ആയിരിക്കും ഓരോ സാധനവും ഇരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ബേക്കിംഗ് ഐറ്റംസ് മാത്രം വെക്കാനായിട്ട് ഒരു ബാസ്ക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഈ ബാസ്ക്കറ്റ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം അത് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് എപ്പോഴും ഒന്നും ആവശ്യമില്ലാത്ത സാധനമായത് കാരണം അപ്പം തന്നെ കിട്ടുന്ന രീതിയിൽ ഡയറക്റ്റ് ഒന്നും അല്ല വെച്ചിട്ടുള്ളത്, കുറച്ച് മുകളിലായിട്ട് മാറ്റിയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയും ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ബാക്ക് പാക്സ് ഒക്കെ കാണുമല്ലോ, അതിനെയും ഒക്കെ ഒരുമിച്ച് വെക്കാം. അങ്ങനെയാവുമ്പം എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ കാണും അല്ലേ? ഞാനിത് മുൻപ് ഡോക്യുമെന്റ് ഓർഗനൈസേഷൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആദ്യം കുറച്ച് സമയമൊന്നും എടുക്കുമായിരിക്കും, ബട്ട് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അതേപോലെ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്രൂ ഔട്ട് ഇയർ നമ്മളുടെ കയ്യിൽ വരുന്ന ഡോക്യുമെന്റ്സ് ആ ഒരു കറക്റ്റ് ഫോൾഡറിലേക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെയാണ് നമ്മൾ എല്ലാ സാധനങ്ങൾക്കും ഒരു സ്ഥലം കൊടുക്കുക എന്നതുകൊണ്ടും അതേപോലെ തന്നെ ഒരേപോലെയുള്ള ഐറ്റംസ് അടുപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കുക എന്നതുകൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ഒരു ഹാബിറ്റ് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളുടെ വീട്ടിലുള്ള റൂമിലും വാഷ്റൂമിലും ഒക്കെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ഏത് റൂമിലാണെങ്കിലും അവിടെ പേപ്പേഴ്സ് ആയിട്ടോ ടിഷ്യൂസ് ആയിട്ടോ ഒക്കെ വേസ്റ്റ് വരും. അത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ഇങ്ങനെ പിന്നെ ഇടാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പോഴായിരിക്കും അതിങ്ങനെ അവിടെ പല സ്ഥലങ്ങളിലായിട്ടും നിലത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ആവുന്നത്. അപ്പോൾ പറ്റുന്നത് പോലെ നമുക്കൊരു ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കാം, എസ്പെഷ്യലി കുട്ടികളുടെ റൂമിൽ. കാരണം അവിടെ കുറേ പേപ്പേഴ്സും അതേപോലെ തന്നെ അവരുടെ ക്രാഫ്റ്റ് ഐറ്റംസും പെൻസിലിൻ്റെ ആ ഒരു പെൻസിൽ ഷേവേഴ്സും ഒക്കെ നല്ലതുപോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് തിങ്, നമ്മൾക്കൊരു റൂം പെട്ടെന്നൊന്ന് ടൈഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ബെഡ്റൂം ആണെങ്കിൽ ഇപ്പോൾ അവിടെ ടേബിളൊക്കെ ഉണ്ടാകുമല്ലോ, ആ ടേബിള് നല്ലപോലെ മെസ്സിയായി കിടന്നാലും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ടേബിളിലേക്കായിരിക്കും ആദ്യം കണ്ണു പോകുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ
ഫ്ലോറിൽ ഇപ്പം നമ്മൾക്ക് തുടയ്ക്കാനും ഒന്നും സമയമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് റൂം ടൈഡി ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഞാൻ മുൻപൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് പെട്ടെന്ന് വിട്ടുപോവാത്ത രീതിയിൽ ബെഡ്ഷീറ്റ് എങ്ങനെയാണ് വിരിക്കുന്നതെന്നുള്ളത്. അത് ഹോം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ആ ഒരു വീഡിയോ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിടുവാണെങ്കിൽ, അത്യാവശ്യം വിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അത് വിട്ടു പോവത്തില്ല. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇതിങ്ങനെ വന്നിട്ട് ബെഡ് റെഡിയാക്കി ഇടേണ്ട ഒരു ആവശ്യവും വരത്തില്ല. അടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും കുറേ ടോയ്സ് ഉണ്ടാവും, അവർ റെഗുലറായിട്ട് കളിക്കാൻ എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി വെക്കാനായിട്ട് നമുക്കൊരു ബോക്സോ ഒരു ബാസ്ക്കറ്റോ കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഇവർ കളിച്ച് കഴിയുമ്പോഴത്തേക്കിനും റൂമിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നിരന്ന് കിടക്കുന്നതിന് എല്ലാം ഒന്നുകിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനും, പിന്നെ കുറച്ച് നേരത്തേക്കിന് അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് അതിനൊന്ന് മാറ്റി വെക്കാനായിട്ടും ഇതേപോലെ ബോക്സിൽ വെക്കുന്ന ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പം നമുക്കൊരു ടൈമർ വെച്ചിട്ട് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി പ്രശ്നമായിട്ട് ഒത്തിരി മെസ്സിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ല ഇതിപ്പോൾ എവിടെ തുടങ്ങാനാ, ഞാൻ തുടങ്ങിയാലും പെട്ടെന്നൊന്നും തീരത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സിൻ്റെ ടൈമർ വയ്ക്കാം. ആ സമയത്തേക്കിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം എടുത്താൽ നമ്മളും ഫോക്കസ്ഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ വേറെ പണിക്കൊന്നും പോവത്തുമില്ല. നമ്മൾക്കും ഈ ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊരു കാര്യം കിട്ടുമല്ലോ. അല്ലാതെ നമ്മൾ ഈ മെസ്സിയായിട്ട് കിടക്കുന്ന സ്ഥലം കാണുമ്പം എത്ര അവേഴ്സ് ഞാൻ പണി ചെയ്താലാ ഇത് തീരുന്നേ എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ബാക്കി ഇതിനെ അവിടെ കിടക്കട്ടെ എന്നൊരു കാര്യം വിചാരിക്കുന്നത്. നമുക്കൊരു 20 മിനിറ്റ്സ് മാത്രമേ ഞാനിത് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആകും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ഒരു ലൈഫിലെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സാധനങ്ങളിനെ അടുക്കി പെറുക്കി വെക്കുക, അതേപോലെ തന്നെ വീട് മെസ്സി ആക്കാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നമ്മൾക്ക് അതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനകത്തോട്ട് എനിക്കും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന മിനിമലിസ്റ്റ് ക്ലീനിങ് ഹാബിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.